ഹലോ ഫ്രണ്ട്സ്, മൈലക്കൽ ആഗ്രോ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോർജ്. ഞാൻ തോമസ്. നമ്മളിന്നിപ്പം കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സുകളുടെ പ്ലാന്റിങ് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആവശ്യമായിട്ടുള്ള റംബുട്ടാൻ, പിന്നെ ഫിലോസാൻ, അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ നമ്മുടെ നഴ്സറിക്ക് ആവശ്യമായിട്ടുള്ള ബഡ്വുഡും അതല്ലാതെ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സുകളും പ്ലാന്റ് ചെയ്യുന്ന രീതി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ഫ്രൂട്ട്സിന് വേണ്ടി പ്ലാന്റ് ചെയ്തിരിക്കുന്നത് റംബുട്ടാൻ പ്ലാന്റ്സ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 3 വർഷം ആയ പ്ലാന്റുകളാണ്. അപ്പോൾ ഫ്രൂട്ട്സിന് വേണ്ടി നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് ഫ്രൂട്ട് പ്ലാന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 25 ഫീറ്റ് തൊട്ട് 30 ഫീറ്റ് വരെയുള്ള ഡിസ്റ്റൻസിലായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ഇത് കായ് ഫലങ്ങളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഒരു ഫുൾ ഫോമിൽ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് ഒരു 10-20 വർഷത്തേക്കാണല്ലോ. അപ്പോൾ ആ ഒരു കാലയളവിലേക്കുള്ള പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കി വേണം ഇപ്പോഴേ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ. പിന്നെ രണ്ടാമതൊരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ രണ്ട് പ്ലാന്റ് തമ്മിൽ ഏകദേശം 30 ഫീറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ അതിനിടയിൽ നമ്മളൊരു തൈയും കൂടെ പ്ലാന്റ് ചെയ്യാനുള്ള ഇതെടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്ലാന്റ് നമ്മൾ ഫ്രൂട്ട്സ് എടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല പ്ലാന്റ് ചെയ്യുന്നത്. മറിച്ച് നമുക്ക് നഴ്സറി ആയതുകൊണ്ട് നഴ്സറിയിലേക്കുള്ള പുതിയ പ്ലാന്റുകളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിനുള്ള ബഡ് വുഡ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ 30 ഫീറ്റ് ഡിസ്റ്റൻസിൽ പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എല്ലാ വർഷവും അതിനെ പ്രൂൺ ചെയ്ത് അതിൻ്റെ സ്റ്റെംസ് എടുത്ത് ബഡ് എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ആ പ്ലാന്റ് ഓവർ സൈസായിട്ട് സാധാരണ ഒരു നോർമൽ ഗ്രോത്തിൽ ആയി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മിനിമം ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പ്ലാന്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ റംബുട്ടാൻ്റെ കുഴിയാണ് എടുത്തേക്കുന്നത്. ഈ കുഴി മൊത്തം 2 അടി വീതി 2 അടി താഴ്ചയിൽ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ നടുന്നതിന് മുന്നേ കുഴി ആദ്യം സൈഡിലും അടിയത്തെയും മണ്ണ് ഇടിച്ചൊന്ന് ലൂസാക്കും. അതെന്തിനാന്ന് പറഞ്ഞാൽ വേരോട്ടം കൂടുതൽ നടക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ പോലെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ മരം പോലെയുള്ള ചെടികൾ നടുമ്പോൾ അത് നമ്മൾ ഇച്ചിരി മണ്ണ് ലൂസാക്കി വേണം ചെയ്യാൻ, വേരോട്ടം കൂടാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ മണ്ണ് ലൂസാക്കി കഴിഞ്ഞിട്ട് കുമ്മായിട്ട് മണ്ണിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് പിന്നെ അടിവളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിതുപോലെ ഏത് ഫലവൃക്ഷങ്ങൾ നട്ടാലും അതിപ്പോൾ അത്യാവശ്യം ഒരു മുഴുത്തൊരു ഗ്രോ ബാഗിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നടുമ്പോൾ ഇതിൻ്റെ മണ്ണ് ഇളകാതെ വേണം അതിൽ നടാനാണ്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ കവറിൻ്റെ നല്ലൊരു മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും വെച്ച് ഈ ബോട്ടം വരുന്ന റൗണ്ടിൽ കട്ട് ചെയ്യണം. അതായത് ഇങ്ങനെ നമ്മൾ ചുറ്റും കട്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ അടിവശം ഫുള്ള് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് അടിയിൽ നിന്ന് ഫുള്ള് വലിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് നേരെ മണ്ണിലേക്കാണ് വെക്കേണ്ടത്. അപ്പം കൈ കൊണ്ട് ഇങ്ങനെ ഈ കവർ കൂടെ പിടിച്ച് വേണം വെക്കാൻ. അങ്ങനെ നമുക്ക് മണ്ണിന് ഇളക്കം തട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ചെടി മണ്ണ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വേരിനോ കാര്യങ്ങൾക്കൊന്നും ഒരു ഇളക്കം തട്ടാതെയാണ് ചെയ്തേക്കുന്നത്. വളരെ സേഫായിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ കവറ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നേരെ പൊക്കിയിട്ട് ഒരു ബ്ലേഡ് വെച്ച്
ഇങ്ങനെ കണ്ടിച്ചാൽ മതി, കണ്ടിച്ച് വെളിയിലോട്ട് എടുക്കാം. അങ്ങനെ മണ്ണിനും കാര്യങ്ങൾക്കൊന്നും ഒരു കോട്ടം തട്ടാതെ സേഫായിട്ട് നമ്മൾ മണ്ണിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി അടിവളം ഇട്ടിട്ടുണ്ട്. സൈഡിലെല്ലാം മണ്ണെല്ലാം ഒന്ന് ഇട്ട് ഫില്ലാക്കിയിട്ട് വീണ്ടും കുറച്ചും കൂടെ വളം ആഡ് ചെയ്യണം. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഏതായാലും നമുക്കത് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പോൾ ഇവിടെ ബഡ്വുഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുന്നത് കൊണ്ടും അതിന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും അതിര് ചേർത്താണ് നമ്മൾ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ഈ സ്ഥലത്തിൻ്റെ അതിര് ചേർന്ന് പ്ലാന്റ് ചെയ്ത് പോയേക്കുവാണ്. ഏകദേശം ഒരു 10 അടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് പ്ലാന്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ N18 വെറൈറ്റിയാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീസർ വെറൈറ്റി ഉണ്ട്, റംബുട്ടാൻ്റെ തന്നെ യെല്ലോ ഫ്രൂട്ട് ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട്. അതെല്ലാം നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നു.